ഹായ് ഗൈസ്, വെൽക്കം ടു ദി ചാനൽ. ഞാൻ റീസെൻ്റ്ലി ചെയ്ത ഒരു പ്രോഡക്റ്റ് ഷൂട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സാണ്, ക്ലീനപ്പിൻ്റെ ഫുൾ പ്രോസസ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് എൻ്റെ മാസ്റ്റർ ഇമേജ്. ആക്ച്വലി ഈ ഇമേജ് വേണ്ടത് ഈ ലാൻഡ്സ്കേപ്പ് സൈസിലാണ് കേട്ടോ. സോ ഞാനത് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇതിൻ്റെ ഫുൾ ക്ലീനപ്പ് ചെയ്യാൻ എന്തായാലും ആവശ്യമാണ് വരും എന്നുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിനകത്ത് പ്രോഡക്റ്റിൽ നമ്മൾ വലിയ കാര്യമായിട്ട് ക്ലീനപ്പോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഇതിനകത്തുള്ള ഒന്ന് നീറ്റാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ പ്രോസസ് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇതൊരു ലാൻഡ്സ്കേപ്പിലായിരിക്കും ഇമേജ് വരിക എന്നുള്ളതുണ്ട്. സോ ഞാനിത് വെർട്ടിക്കലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അടുത്ത ഇമേജ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഇമേജ് ഞാൻ ഇതിൻ്റെ ഈ കമ്മലിന്റെ മാത്രം ഇമേജ് എടുത്ത എല്ലാം ലാൻഡ്സ്കേപ്പിൽ തന്നെയാണ്. ബട്ട് അതും ഞാൻ ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യുക. നമ്മളിപ്പോൾ അവർ തന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് റിഫ്ലക്ഷൻസ് ഉണ്ടാവും. 2025 വേർഷനാണ് ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഫോട്ടോഷോപ്പിൻ്റെ ഫീച്ചറും ഉണ്ടാകും. അത് വെച്ചിട്ട് സബ്ജക്ട് സെലക്ഷൻ ഇതിലൂടെ ഈസിയാണ് ബേസിക്കലി. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ബേസിക്കലി നമ്മുടെ പ്രോഡക്റ്റ് മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഇതിനകത്ത് സെലക്ട്, മോഡിഫൈ, എക്സ്പാൻഡ്, അത് ഞാൻ ഓൾറെഡി ഞാനായിട്ട് അസൈൻ ചെയ്തേക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അത് നമ്മൾ ഇതേ സെയിം വർക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് കട്ട് ചെയ്യുന്നു. നമ്മുടെ മൾട്ടിപ്പിൾ ലെയർ നമ്മൾ ഏത് ലെയറിലാണോ സ്റ്റാക്ക് ചെയ്യേണ്ടത്, നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, അത് ഏത് ലെയറിലാണ് സ്റ്റാക്ക് ചെയ്യേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്യുക. നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ ഇമേജ് എഡിറ്റ്, ഓട്ടോ ബ്ലെൻഡ് ഓപ്ഷൻ ഉണ്ട്, അതിൽ സ്റ്റാക്ക് ഇമേജ് കൊടുക്കുക. നമ്മളൊന്നും അറിയണ്ട, ഫോട്ടോഷോപ്പ് അതിൻ്റെ മാജിക്ക് ചെയ്തോളും. നമ്മുടെ ഇമേജ് കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പിന്നെ മോസ്റ്റ്ലി നമ്മൾ ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഹീലിംഗ് ടൂൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നത് മോസ്റ്റ്ലി ഇത് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇങ്ങനൊരു ഇത് വരുന്നുണ്ട്. അത് ഗ്ലിച്ചാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. സോ അത് കളയാനുള്ളൊരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ctrl+J അടിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എംപ്റ്റി ലെയർ അതിനകത്തേക്ക് ആയിട്ടുണ്ടാവും. അതിനെ ബിൽഡ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ചെറിയ ബേസിക്കലി നമുക്ക് ഈസിലി റിമൂവബിളാണ്, അറിയാലോ. മോസ്റ്റ്ലി സ്പോട്ട് ഹീലിങ്ങിൽ നമുക്ക് പല സാധനങ്ങളും വർക്കായെങ്കിൽ ഇതുപോലെ പാച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിലൂടെ നീറ്റായിട്ട് കിട്ടുന്നത് മോസ്റ്റ്ലി അതായിരിക്കും കേട്ടോ. സം ഏരിയാസിൽ സ്പോട്ട് തന്നെയാണ് വർക്കാവുക ഇതിലൂടെ നീറ്റായിട്ട്. കണ്ടോ, ഈ ഏരിയയിലൊക്കെ നമ്മൾ പാച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ബട്ട് ഇപ്പോൾ സ്പോട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഒരു ചെറിയൊരു ക്ലിച്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന ഏരിയാസിൽ നമ്മൾ പാച്ച് ടൂൾസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ ഇത്തിരി ഫോർവേഡ് ചെയ്യുവാണ്. മാക്സിമം ഫസ്റ്റ് പറഞ്ഞത് നോർമലി നമ്മുടെ വിഷ്വലി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്ലിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീറ്റ്നെസ് ഇല്ലാത്തൊരു ഏരിയ, ഇത് ഇവിടെ ഒരു ചെറിയൊരു ലൈൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു വെൽവെറ്റ് ടൈപ്പ് ഓഫ് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഷൂട്ടിൽ. അതായത് ഈ ഏരിയയിൽ കണ്ടു, ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഈസി പ്രോസസ്സാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് വരുന്നത്.
ഒരു ഏരിയ മാത്രമേ വലിയ ഏരിയ വേണ്ടിയിട്ട് ഈ ഒരു ട്യൂൺ ചെയ്യാൻ പറ്റൂ. പ്രത്യേകിച്ച് നമ്മൾ ബ്രൈറ്റ്നെസ്സോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്തപ്പോഴേ കറക്റ്റ് ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നമ്മളൊരു 1 മിനിറ്റ് 30 സെക്കൻഡാണ് ഒരു സെക്കൻഡ് ഇമേജ് നമ്മൾ എടുക്കുന്നത്. ഞാൻ നോക്കിയത് സേഫ് ഫോർ വെബായിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഇമേജാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സൈസ് ഒക്കെ സൈഡ് ബാഗ് നമ്മുടെ റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇയറിങ്സിന് വേണ്ടിയിട്ടുള്ള ബാഗുകളാണ്. നമ്മുടെ മാസ്റ്റർ ഇമേജ് നമ്മുടെ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു. എടുക്കാം, സെലക്ട് സബ്ജക്റ്റ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് കറക്റ്റായിട്ട് അത് കൊടുത്തായിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്തു, കോപ്പി ചെയ്തു, മൈക്രോൺ ലെയർ അത് പ്ലേസ് ചെയ്തു, മാജിക് സ്റ്റാർട്ട് ചെയ്തു. പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനില്ല. ചെറിയൊരു ചെറിയൊരു ക്ലീനൊക്കെ ഓക്കെ, റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.